ലോകത്തിലെ ഏറ്റവും മഹത്തായ ശനീശ്വര ക്ഷേത്രമാണ് പോണ്ടിച്ചേരിക്ക് സമീപത്തുള്ള തിരുനള്ളാറിലെ ശനീശ്വര ക്ഷേത്രം. കൊടുക്കുന്നവനും എടുക്കുന്നവനുമാണ് ശനി ഭഗവാൻ. ഭക്തരിൽ നിന്ന് ഏറെയൊന്നും ശനിദേവൻ പ്രതീക്ഷിക്കുന്നില്ല. ശനീശ്വരായ നമ എന്ന 2 വാക്ക് നാവിൽ കളിയാടിയാൽ മതി, ശനീശ്വരൻ തൃപ്തനാകും, അനുഗ്രഹം ചുരിയും. സുഖദുഃഖങ്ങൾ ഇടകലർന്നതാണ് മനുഷ്യജീവിതം. ഈ സത്യം പക്ഷേ ആരും അംഗീകരിക്കില്ല. ഏവർക്കും വേണ്ടത് സുഖം മാത്രമാണ്. തിരുനള്ളാറിലെ ശനീശ്വര ക്ഷേത്രം ലോകപ്രശസ്തി നേടാൻ കാരണം നളനാണ്. നളന് ശാപമോക്ഷം ലഭിച്ചത് ഇവിടെ വെച്ചാണെന്നാണ് ഐതിഹ്യം. ഇവിടുത്തെ തീർത്ഥത്തിൽ കുളിച്ച് ശനിയെ വന്ദിച്ചപ്പോഴാണ് നളന് ശാപമോക്ഷം ലഭിച്ചത്. അങ്ങനെ ഈ തീർത്ഥത്തിൻ്റെ പേര് നളതീർത്ഥം എന്നായി. ഈ തീർത്ഥത്തിൽ മുങ്ങി ഉടുത്തിരിക്കുന്ന പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു വേണം ഇവിടെ ദർശനത്തിനെത്തുന്നവർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ. കറുത്ത വസ്ത്രങ്ങളായാൽ ഉത്തമം. ഈ ക്ഷേത്രത്തിൽ വിഘ്നേശ്വരൻ, സോമസുന്ദരൻ, ദുർഗ എന്നിവർക്കും സന്നിധികളുണ്ട്. ശനീശ്വരന് മന്ദൻ, കരിയൻ എന്നിങ്ങനെയും പര്യായങ്ങളുണ്ട്. ദേവൻ്റെ നിറം കറുപ്പായതിനാലാണ് കരിയൻ എന്ന പേര് വന്നത്. ശനീശ്വരന് മറ്റു പല ദൈവങ്ങളെപ്പോലെ തന്നെ 4 കരങ്ങളുണ്ട്. വലതു കൈയിൽ വരദാന മുദ്രയും സർപ്പവും, ഇടതു കൈയിൽ വില്ലും അമ്പുമാണ്. വാഹനം കാക്കയാണ്. എന്നാൽ ചിലർ അത് കഴുകനാണെന്നും വിശ്വസിക്കുന്നു. ശനി ഭഗവാനെ ആരാധിക്കാൻ ഏറ്റവും ഉചിതമായ ദിവസം ശനിയാഴ്ചയാണ്. എള്ളും എള്ളെണ്ണയുമാണ് ഏറെ ഇഷ്ടപ്പെട്ട പൂജദ്രവ്യങ്ങൾ. ശനീശ്വരനെ ദർശിക്കാനായി തിരുനള്ളാറിൽ പോകുന്ന ഭക്തജനങ്ങൾ അവിടുത്തെ പൂജാ നേരങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇവിടുത്തെ പ്രധാന ഉത്സവം ബ്രഹ്മോത്സവമാണ്. ഇടവമാസത്തിലെ ഉത്രട്ടാതി നാളിൽ തുടങ്ങി 18 ദിവസമാണ് ബ്രഹ്മോത്സവം. 2.5 വർഷം കൂടുമ്പോഴുള്ള ശനീശ്വരൻ്റെ രാശിമാറ്റ സമയത്ത് വിശേഷാൽ പൂജകളുണ്ട്. പിന്നെ എല്ലാ ശനിയാഴ്ചകളും പ്രധാനമാണ്.